ശ്രീ ഷാബു പ്രസാദ്, മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നുണ്ട്, മൃദു സമീപനം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും പറഞ്ഞ് ഫലിപ്പിച്ച് എടുക്കാം എന്നൊരു തോന്നൽ കൊണ്ടാണോ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ എന്തു പങ്കാണ് എന്നെങ്കിലും നാട്ടുകാരോട് ഈ സ്റ്റാമ്പൊക്കെ ഇറക്കിയ സ്ഥിതിക്കെങ്കിലും പറയണ്ടേ? സ്റ്റാമ്പിൽ തന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രമൊക്കെ ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ കാണുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ RSS എന്താണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്തത് എന്ന് ചരിത്രത്തിൻ്റെ രേഖകളുടെ ഒരു പിൻബലത്തോടു കൂടി താങ്കൾക്കൊന്ന് വിശദീകരിച്ചു തരാമോ? എനിക്കിവിടെ നിങ്ങൾ 3 പേരോടാണ് ഒരേ സമയം മറുപടി പറയേണ്ടത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറി അലമ്പാക്കുകയാണെങ്കിൽ ഞാൻ പരിപാടി നിർത്തിയിട്ട് പോകും. അതായത് നിങ്ങൾക്ക് വെറുതെ വന്ന് മെക്കിട്ട് കയറാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉപകരണമായിട്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ ആദ്യം പറയുകയാണ്. ഇനി ഞാൻ ശ്രീ ജയരാജനെ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ച 1-2 മുദ്രാവാക്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ നേതാവ് വല്ലിച്ചറ്റ ജപ്പാൻകാരുടെ കാൽനക്കി. ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി നേതാജി സുഭാഷ് ചന്ദ്രബോസിനെതിരെ ഈ കേരളത്തിൽ വിളിച്ച മുദ്രാവാക്യമാണ്, ചെറുകാട് എഴുതിയ മുദ്രാവാക്യം. ആരാണ് ഈ ഗാന്ധി, ഇന്ത്യയെ മാന്തി പുണ്ണാക്കി. ഗാന്ധി എന്നും വിളിക്കില്ല, കോന്തി എന്നും വിളിക്കില്ല, ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിക്കും. കമ്മ്യൂണിസ്റ്റുകാരന്റെ മുദ്രാവാക്യം. ഇവിടെ വന്നിരുന്ന ഗാന്ധിജി പ്രേമം വിളമ്പ്. പിന്നെ 4 കവിത എഴുതിയാൽ കുഴപ്പമില്ലായിരുന്നു, തോക്കെടുത്ത് വെടിവെച്ചതാണ് പ്രശ്നം. ശരി അവിടെ നിൽക്കേ. ഇനി മറ്റൊന്ന്, ഇവിടെ ഈ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പൊടിപാറ സാറിനോട് പറയുകയാണ്. അദ്ദേഹം കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ ചരിത്രബോധ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. 1963 റിപ്പബ്ലിക് ഡേ പരേഡിൽ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു RSSനെ പങ്കെടുക്കാൻ ക്ഷണിച്ചപ്പോൾ അങ്ങനെ പങ്കെടുത്ത റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത ചിത്രമാണ് ആ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിരോധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തിനാണെന്നറിയാവോ? ചൈന യുദ്ധത്തില് ഇന്ത്യയെ ചൈനയ്ക്ക് ഒറ്റുകൊടുത്തതിന് 2 തവണയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിരോധിക്കപ്പെട്ടത്. സ്വതന്ത്ര ഭാരതത്തിൽ 1948 ഇവിടെ ഇവിടെ സായുധ സമരം ഉണ്ടാക്കാൻ നിന്നതിന്. രണ്ടാമത് 1962 യുദ്ധത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയെ ഒറ്റിക്കൊടുത്തതിന്. RSSന്റെ പങ്കെന്തായിരുന്നു സാർ? RSS വർഗീയവാദി, ഭീകരവാദി, ഫാസിസ്റ്റ് കുന്തക്കുടച്ചക്രമാണ്. അതങ്ങനെ നിൽക്കട്ടെ. അത് നിങ്ങളുടെ ഈ കുന്തവും കുടച്ചക്രവും ഒക്കെ ആണെങ്കിൽ സ്റ്റാമ്പ് ഇറക്കും, 100 രൂപയുടെ നാണയം ഇറക്കും. അതാണ് അത് സൗകര്യമാണ്. ഇവിടുത്തെ ഈ ജനങ്ങൾ അംഗീകരിച്ച ഒരു സർക്കാർ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അതവിടെ നിൽക്കട്ടെ. അതാണ്. അപ്പൊ ഇത് ചർച്ചയുടെ തന്നെ ആവശ്യമില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ എന്തും പ്രധാനമന്ത്രി എന്ത് തോന്നിവാസവും കാണിക്കും, ഭരണഘടനയെ അവഹേളിക്കും, രാഷ്ട്രപിതാവിനെ അവഹേളിക്കും. ഭരണഘടനയൊന്നും പ്രശ്നമല്ല. അല്ല, എനിക്ക് ഇനിയും പറയാനുണ്ട്. RSS എന്നെങ്കിലും ഗാന്ധിജിയെ അംഗീകരിച്ചിരുന്നു. 1900 രാഷ്ട്രപിതാവും പ്രശ്നമല്ല. 60 മുതലേ ഇവിടെ ഈ RSSന്റെ സംഘപ്രാർത്ഥന പോലെ തന്നെ RSSന്റെ ഏകാത്മതാ സ്തോത്രം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എല്ലാ RSSകാരും പതിവായി ചൊല്ലുന്ന ഒരു സ്തോത്രത്തിന്റെ 27ാമത്തെ ശ്ലോകത്തില് എന്നും ഉള്ളതാണ്, എന്നും നിത്യേന ചൊല്ലുന്നതാണ്. തിലകോ ഗാന്ധിരാവൃത രമണോ മാലവീയശ്ച തിലകോ ഗാന്ധിരാവൃത. ഈ രാജ്യത്തിലെ മഹാപുരുഷന്മാരെ മുഴുവൻ സ്മരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു നിത്യചര്യ എന്നോണം RSSന്റെ പ്രവർത്തകർ, RSSന്റെ ക്യാമ്പുകൾ എന്ത് കാര്യത്തിന് ഈ സ്വാതന്ത്ര്യ സമരം ഇവിടെ നടക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യ സമരം തന്നെ എന്തിനാണെന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഞങ്ങൾ ഇടപെടാൻ പോകുന്നില്ല എന്നും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു തരത്തിലുള്ള എതിർപ്പും പ്രതിഷേധങ്ങളും നടത്താൻ ഇവിടെ തയ്യാറായിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനത്തെയാണ് താങ്കളിപ്പോ ഗാന്ധിജിയെ പൂജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ മുന്നോട്ട് വെക്കുന്നത്. ഇനി മറ്റൊന്ന്, അല്ല, എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്തതെന്ന് പറയൂ. RSS ചെയ്തത് എന്താണ്? ഉപ്പ് സത്യാഗ്രഹം നടത്തിയോ? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നോ? അതുപോലെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഒന്ന് പറയൂ. സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത്? ഒന്നും മിണ്ടാതിരിക്കുകയെ ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പലതിനും ഉത്തരം പറയാനുണ്ട്. അതായത് ഈ എന്തായാലും റെക്കോർഡിക്കലായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഈ ഹിന്ദു മഹാസഭയുടെ അംഗങ്ങളാണ്, ഹിന്ദു മഹാസഭയാണ് ഈ ഗാന്ധി വധം നടപ്പാക്കിയത് എന്നുള്ളത്, അവർ ചെയ്തത് എന്നുള്ളത്. ആ ഹിന്ദു മഹാസഭയുടെ നേതാവിനെ ആ സമയത്തെ പരമോന്നത നേതാവിനെ ആനയിച്ചു കൊണ്ടുപോയി MP ആക്കി പാർലമെന്റിൽ കൊണ്ടുവന്ന വർഗമാണ് നിങ്ങൾ. നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ. ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ മകനാണ് സോമനാഥ് ചാറ്റർജി.
ആ ഹിന്ദു മഹാസഭയുടെ ഗാന്ധി വധം നടക്കുന്ന സമയത്ത് ഹിന്ദു മഹാസഭയുടെ പരമോന്നത നേതാവ് പ്രസിഡന്റ് ആ മനുഷ്യനെ ആദ്യം ആനയിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP ആക്കി. ആ മനുഷ്യൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തിയിട്ടില്ല, തിരിച്ചു പറഞ്ഞിട്ടുമില്ല. വലിയ വർത്താനൊന്നും പറയരുത് ചരിത്രത്തിനെ പറ്റി പറഞ്ഞാൽ. ഇനി സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യം, സാക്ഷാൽ കേശവ ബലറാം ഹെഡ്ഗേവാർ ഉപ്പ് സത്യാഗ്രഹം, അന്ന് ഉപ്പ് സത്യാഗ്രഹം തീരപ്രദേശങ്ങളിൽ നടക്കുമ്പോൾ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും നിയമതടസ്സം ഉണ്ടായിരുന്നു. അതിന് നാഗ്പൂരിൽ അദ്ദേഹം സർസംഘചാല പദവി ഒഴിഞ്ഞ് ഇവിടെ ആ വനസത്യാഗ്രഹം നടത്തി 9 മാസം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് സംഘസ്ഥാപകനായിട്ടുള്ള. അല്ല, അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ശരി. പക്ഷെ താങ്കൾ ഒരു കാര്യം പറഞ്ഞല്ലോ, RSSന്റെ ഭാഗമായിട്ടല്ല. അങ്ങനെയാണെങ്കിൽ പോലും ഹെഡ്ഗേവാർ അവിടെ ഈ സമരത്തിൽ പങ്കെടുത്തത്, ഉപ്പ് സത്യാഗ്രഹത്തിൽ RSSകാരനായിട്ട് പങ്കെടുത്ത ഒരാളുടെ പേര് പറയൂ. ഒരു RSSകാരൻ പങ്കെടുത്ത് പറയൂ. സാക്ഷാൽ ഹെഡ്ഗേവാർ. താങ്കളല്ലേ പറഞ്ഞത് അത് രാജിവെച്ചിട്ടാണ് പോയത്. RSSലാണെങ്കിൽ RSSൽ നിന്നിട്ടാണെങ്കിൽ പറ്റില്ല എന്ന് താങ്കളല്ലേ പറഞ്ഞത്. അദ്ദേഹം സർസംഘചാലക പദവി ഒഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സംഘടനയുടെ ചുമതല വേറൊരാൾക്ക് കൊടുക്കണം. RSSകാർക്ക് കൃത്യമായി അത് നിലപാടുണ്ടായിരുന്നു. RSSകാർക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ അവർ പങ്കെടുക്കില്ല എന്ന്. അതുപോലെ പല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലും അവർ പങ്കെടുത്തിട്ടില്ല സർ. ഡോക്ടർ ഹെഡ്ഗേവാർ പിന്നെ ആരായിരുന്നു? ഡോക്ടർ ഹെഡ്ഗേവാർ RSSകാരനായി പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അനുമതിയില്ലായിരുന്നു. ആര് പറഞ്ഞു? അദ്ദേഹത്തിന് എന്തിനാണ് പ്രത്യേക അനുമതി? അദ്ദേഹം 100% സ്വയംസേവകനായ RSSകാരനായ ഹെഡ്ഗേവാർ തന്നെ പങ്കെടുത്തതും ജയിലിൽ പോയി.